ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വർഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചക്കയും കൊണ്ട് ഒരു എരിശ്ശേരിയാണ് കാണിക്കുന്നത്. ചക്ക ചെറുപയർ എരിശ്ശേരി. അപ്പോൾ ഈ ചക്ക ഉണക്കി സൂക്ഷിക്കുന്ന വിധം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. ഇപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ സൂക്ഷിച്ച് വെച്ച ചക്കയാണ്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനും എരിശ്ശേരി ഉണ്ടാക്കാനൊക്കെ എടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ ഫ്രീസറിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ്. എൻ്റെ പറമ്പിലുണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും ഞാൻ ഇതേപോലെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ കേടുകൂടാതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. ഇത് ചക്കയാണ് ആദ്യം കണ്ടത്. അത് ചക്കക്കുരുവാണ്. അതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ കൊടുത്ത് നന്നായി സീൽ ചെയ്ത് എന്നിട്ട് ഫ്രീസറിൽ ഞാൻ വയ്ക്കും. ഇത് പപ്പായയാണ്, നല്ല ചെനച്ച് മൂത്ത് വിളഞ്ഞ പപ്പായയാണ് എടുക്കുന്നത്. അതും ഞാൻ എരിശ്ശേരി വയ്ക്കാൻ ഉപയോഗിക്കും. ഇതിനകത്തൊക്കെ കാണുന്നതൊക്കെ നമ്മളുടെ ഓരോ സാധനങ്ങളാണ്. ഈ ചക്ക വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു എരിശ്ശേരി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ചില സ്ഥലത്ത് ഇതിന് ചക്ക എരിശ്ശേരി പറയും, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ കണ്ടതാ, നമുക്ക് ചക്ക എരിശ്ശേരി വെക്കണം എന്നുണ്ടെങ്കിൽ ചക്ക ഇതേപോലെ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൽ ഇതായിട്ടിരിക്കും, നല്ല ഐസായിട്ടിരിക്കും. അത് നമ്മൾ നാളെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്ന് തലേ ദിവസം നമ്മൾ അത് പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലത്തെ ഐസൊക്കെ പോയി നല്ലതാവും. പിന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചിട്ട് നമ്മൾ തിള വരുന്ന സമയത്ത് ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നോക്കൂ, എത്ര നല്ല ചക്കയാണ് കണ്ടോ. നല്ല ടേസ്റ്റിലും നല്ല രുചിയിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ചക്കയെന്ന് തോന്നില്ല, ഫ്രഷായിട്ടിരിക്കും. പച്ചയ്ക്ക് കഴിക്കാൻ പോലും നമുക്ക് പറ്റും, അത്രയും നല്ല ഫ്രഷായിട്ടിരിക്കും. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. എൻ്റെ പറമ്പിലെ ചക്ക ലാസ്റ്റിലേക്കൊക്കെയാണ് മൂത്ത് വരുള്ളൂ. ഇപ്പോൾ മൂത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇടുന്നുണ്ട് ഇതെങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് അടച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വേവാം. ചില ചക്കകൾ കുറച്ച് സമയം എടുക്കും വേവിന്. എൻ്റെ ചക്ക ഒട്ടും തന്നെ വേവില്ല. അതായത് നോക്കൂ, ഇപ്പം തന്നെ വെന്തു, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല കുഴഞ്ഞൊരു രൂപത്തിൽ കിട്ടും. ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പൗഡറാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നന്നായിട്ട് ഉണക്കിയിട്ട് ആ വിധങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് മുക്കാൽ വേവാവുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക വീണ്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണാം. ഞാൻ മുരിങ്ങക്കായ വെക്കാറുണ്ട്, ചക്കക്കുരു വെക്കാറുണ്ട്, കൂർക്ക അതേപോലെ നമ്മളൊരു വർഷത്തേക്ക് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ഓരോരോ വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നന്നായിട്ട് വെന്തു, ഉപ്പൊക്കെ അതിലേക്ക് പിടിച്ചു. ഇനി നമുക്ക് അതിലേക്ക് ചെറുപയറാണ് ചേർക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് ചെറുപയർ ഞാൻ വേവിച്ച് മാറ്റി വെച്ചതാണ്. നന്നായി കുഴഞ്ഞ് വേവിക്കരുത്. ഒരു 3 വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. ആ ചക്കയുടെ കൂടെ ഈ ചെറുപയർ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കോമ്പിനേഷനിൽ നിങ്ങളാരും ചക്കരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കോമ്പിനേഷനിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ചക്ക ചൂടല്ലേ, ചെറുപയർ തണുപ്പാണ്. അപ്പോൾ അതിന് രണ്ടും കൂടെ നല്ല സമത്തിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. എന്താ പറയുക, ശീതോഷ്ണാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ശരീരത്തിന്. അപ്പോൾ അതിലേക്ക് ഇനി അരവാണ് ഞാൻ ഇടുന്നത്. ഒരു അരമുറി തേങ്ങ ഇട്ടു, ഒരു സ്പൂണ് ജീരകം ഇട്ടു, ഒരു വെളുത്തുള്ളി ഇട്ടു, നന്നായിട്ട് അരച്ചെടുത്തു. നന്നായി പറഞ്ഞാൽ മഷി പോലെ ഒന്നും അരയ്ക്കേണ്ട, കുറച്ച് ക്രഷായിട്ട് തൈതെടുക്കാൻ വേണ്ട, ഈ കാണിക്കുന്ന പോലെ അരച്ചെടുത്തു. നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, ടേസ്റ്റ് കൂടും. ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടുമ്പോഴേ. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടത്. കറിവേപ്പില ഞാൻ പച്ചയ്ക്ക് ധാരാളം ഇടും. എനിക്ക് അത്ര എണ്ണയിലിട്ടിട്ട് എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചത് ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചത്തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാലും കൂടെ ചേരുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്തു. വെള്ളം പാകത്തിന് വെച്ചാൽ മതി. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടിച്ച് അതിനനുസരിച്ച് വയ്ക്കുക. അടച്ചു കൊടുത്തു. നന്നായിട്ട് തിളച്ചു. വീണ്ടും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, നോക്കൂ, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ ഒരു വറവ്, സ്പെഷ്യൽ വറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വേറെ ഒന്നും എടുക്കരുത്. അതൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ആയിക്കോട്ടെ, 2-3 സ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക. കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു 2-4 സ്പൂണ്
തേങ്ങ ചിരണ്ടിയതാണ്. അത് ചെറുതായിട്ട് നൈസായിട്ട് ചിരണ്ടിക്കോളൂ, കുനുകുനാന്ന് ചിരണ്ടിക്കോളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കനത്തിലാണ് ചിരവിച്ചെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇട്ടാലും മതി. അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണ് എണ്ണ തെളിഞ്ഞ് വരും. തേങ്ങ നമ്മളിങ്ങനെ വറക്കുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂണ് ജീരകം കൂടെ ചേർത്തു. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് ഇനി വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക് ഇത് കൊട്ടാം. ഇത് തട്ടി ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ, ആ വറുത്ത എരിശ്ശേരിയുടെ മണം നമുക്ക് ശരിക്ക് കിട്ടുള്ളൂ. ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇതാ ഞാൻ അടച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് അടച്ചാൽ മതി കേട്ടോ. ഞാൻ സ്റ്റൗവിൽ അടുപ്പിൽ വെറുതെ ചുമ്മാ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ അത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾ വറവ് ഇട്ട് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, നന്നായിട്ട് ചക്കയിലേക്ക് വറവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആ സ്മെല്ലും ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാ ഇനി അന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റിലൊരു ചക്ക ചെറുപയർ എരിശ്ശേരിയാണ്. അപ്പോൾ ഈ ഒരു ചക്ക എരിശ്ശേരി നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ചക്ക കിട്ടുമ്പോൾ പാഴാക്കി കളയരുത്. ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ അതാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ ചക്ക 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ ഇരിക്കുമ്പോൾ ഒരു കേടും വരില്ല സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഇടുന്നുണ്ട്. വീഡിയോ കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്